ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. നമ്മുടെ ഈ ഭൂമിയിൽ സയൻസ് ഫിക്ഷനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം നമ്മുടെ ഭൂമിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ യുഗത്തിൽ നിന്നും ശാസ്ത്രപരമായി പുതിയ അറിവുകൾ നേടി പല തെറ്റിദ്ധാരണകളും നമുക്ക് മാറ്റിത്തന്ന് അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥാപിതമായ ചെങ്ങലകളെ ഭേദിച്ച് അവർ നടത്തിയ ചിന്തകളുടെ സഞ്ചാരമായിരുന്നു ഇന്ന് നാം കാണുന്ന ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് പുറകിൽ. അങ്ങനെ ആ ഗണത്തിൽപ്പെടുന്ന എല്ലാ മനുഷ്യരെയും എക്കാലത്തും അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളിലൊന്നായിരുന്നു അതിർവരമ്പുകൾ എന്തെന്ന് പോലും തിരിച്ചറിയുവാനായി സാധിക്കാത്ത നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ കൂടാതെ ജീവൻ രൂപം കൊണ്ടുവന്നിട്ടുള്ളത് എവിടെയെല്ലാം ആകാമെന്നും അവ എങ്ങനെ ഇരിക്കുമെന്നും. അതിഭീമാകാരനായ ലെനേക്ക സൂപ്പർ ക്ലസ്റ്ററിൽ സ്ഥിതി ചെയ്യുന്ന വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന ഭാഗത്തിലെ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ സൂര്യൻ എന്ന ഒരു കൊച്ചു നക്ഷത്രത്തെ വലയം വെക്കുന്ന ഭൂമി എന്ന ഈ കുഞ്ഞു ഗ്രഹത്തിലിരുന്ന് നമ്മൾ അവരെ തേടുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണുകളിലിരുന്ന് അവരും നമ്മളെ തേടിയുള്ള അന്വേഷണത്തിലായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ അനേകം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകൾക്കും അപ്പുറം മനുഷ്യനെ പിന്തുടർന്നു വന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം 124 പ്രകാശ വർഷങ്ങൾക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന K2 ATB എന്ന ഗ്രഹത്തിൽ എത്തി നിൽക്കുകയാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 2015 കെപ്ലർ ടെലിസ്കോപ്പ് ലിയോ കോൺസ്റ്റലേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ വലയം വയ്ക്കുന്ന ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തുന്നത്. ആദ്യമൊക്കെ സാധാരണ നമ്മൾ കണ്ടെത്തുന്ന ഏതൊരു ഗ്രഹവും പോലെ തന്നെ കണ്ടിരുന്ന ഈ ഗ്രഹത്തെക്കുറിച്ച് ആശ്ചര്യപ്പെടുത്തുന്ന അനേകം വിവരങ്ങൾ നമുക്ക് നേടിത്തന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അഥവാ JWST നടത്തിയ വിശദമായ പഠനങ്ങളായിരുന്നു. ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ അതിനൂതനമായ ഇൻഫ്രാറെഡ് സെൻസറുകളുടെ സഹായത്തോടുകൂടി K2 ATBയിൽ നടത്തിയ പഠനങ്ങളെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഡൈമീഥൈൽ സൾഫൈഡ് അഥവാ DMSൻ്റെയും മീഥേൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. ഇനി എന്തുകൊണ്ടാണ് ഈ കണ്ടെത്തലുകൾ ഇത്രയും പ്രസക്തി അർഹിക്കുന്നതെന്നാൽ ഡൈമീഥൈൽ സൾഫൈഡ് എന്നത് നമ്മുടെ ഈ ഭൂമിയിൽ രൂപം കൊള്ളുന്നത് ഏതാണ്ട് 100% ജീവജാലങ്ങളിൽ നിന്നും മാത്രമാണ്. പ്രത്യേകിച്ചും ഇവ രൂപം കൊള്ളുന്നത് നമ്മുടെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആയിട്ടുള്ള മറൈൻ ഫൈറ്റോപ്ലാങ്ക്ടണിൽ നിന്നുമാണ്. ഇവയുടെ വളർച്ചാ കാലഘട്ടത്തിൽ സാൾട്ടും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ബാലൻസ് ചെയ്യുവാനായി രൂപം കൊണ്ടുവന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ് ഡൈമീഥൈൽ സൾഫോണിയോ പ്രോപ്പയണേറ്റ്. അങ്ങനെ ഫൈറ്റോപ്ലാങ്ക്ടണുകളായിട്ടുള്ള ഈ ആൽഗകൾ വിവിധ സാഹചര്യങ്ങളിൽ ഈ ഓർഗാനിക് പദാർത്ഥത്തെ ജലത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ജലത്തിൽ കാണപ്പെടുന്ന വിവിധ ബാക്ടീരിയകൾ ഈ പദാർത്ഥത്തെ ഡൈമീഥൈൽ സൾഫോണിയോ പ്രോപ്പയണേറ്റിൽ നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈമീഥൈൽ സൾഫൈഡാക്കി മാറ്റുകയും ചെയ്യുന്നു. DMS എന്നറിയപ്പെടുന്ന ഈ പദാർത്ഥത്തിന് നമ്മുടെ ആസ്ട്രോബയോളജിയിൽ വളരെ വലിയ ഒരു സ്ഥാനമാണുള്ളത്. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ആദ്യ തെളിവ് അഥവാ ബയോസിഗ്നേച്ചർ ഗ്യാസ് ആയിട്ടാണ് നമ്മൾ ഡൈമീഥൈൽ സൾഫൈഡിനെ കണക്കാക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിലും 100 കണക്കിന് ഉപഗ്രഹങ്ങളിലും DMSൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള സൂര്യനെ വലയം വെക്കുന്ന ഒരേ ഒരു ആകാശഗോളം നമ്മുടെ ഈ കൊച്ചു ഭൂമി മാത്രമാണ്. ഭൂമിക്ക് ശേഷം ഇതാദ്യമായാണ് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ DMSൻ്റെ സാന്നിധ്യം നമ്മൾ ഇത്രയും ശക്തമായി തിരിച്ചറിയുന്നത്. ആയതിനാൽ തന്നെയാണ് ഈ ഗ്രഹത്തിൽ ജീവനുണ്ടാകാമെന്നുള്ള സാധ്യതകളും നമ്മൾ ഇത്ര കണ്ടങ്ങ് വിശ്വസിക്കുന്നതും. ഭൂമിയെക്കാളും അനേകം മടങ്ങ് വലിപ്പമുള്ള, കൃത്യമായി പറഞ്ഞാൽ 8.6 ഭൂമികൾ ചേരുന്ന അത്രയും ഭീമനായ ഈ ഗ്രഹവും നിലനിൽക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനുള്ളിൽ തന്നെയാണ്. നമ്മൾ ഇതിനു മുൻപുള്ള വിവിധ വീഡിയോകളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണെന്ന്. ഒരു നക്ഷത്രത്തെ വലയം വെക്കുന്ന ഗ്രഹത്തിൽ രൂപം കൊള്ളുന്ന താപനില ജലം നീരാവിയായി പോകുന്നതിനും അതുപോലെ തന്നെ അതിശൈത്യം മൂലം തണുത്തുറഞ്ഞും പോകുന്നതിനും അല്ലാതെ ഇതിന് രണ്ടും മധ്യത്തിൽ
ജലത്തിന് ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്ന ആ നക്ഷത്രത്തിൻ്റെ ഓർബിറ്റലിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നത്. നമ്മൾ കണ്ടെത്തിയ K280b എന്ന ഗ്രഹവും അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനുള്ളിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ജീവൻ്റെ ആദ്യ തുടുപ്പുകൾ പിച്ചവെച്ച് തുടങ്ങിയതും ഇതേ ജലം നിറഞ്ഞ സമുദ്രങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. ആയതിനാൽ തന്നെ ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപം കൊള്ളുവാനായി അത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ സമുദ്രങ്ങൾ രൂപം കൊള്ളുകയും ജലം നിറഞ്ഞ സമുദ്രങ്ങളിൽ ജീവജാലങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുകയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചം എന്നത് നമ്മുടെ ചിന്തകൾക്കും അനേകം മടങ്ങുകൾക്കും എത്രയോ അപ്പുറമാണ്. നമുക്കറിയാം, പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ എന്ന വേഗതയിലാണ്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനിലേക്ക് പ്രകാശത്തിന് എത്തുവാനായി വെറും 1.3 സെക്കൻഡുകൾ മാത്രം മതിയായിരിക്കും. മനുഷ്യൻ ഇന്നീ ദിനം വരെ കാലുകുത്തുവാൻ സാധിച്ചിട്ടുള്ള ഒരേ ഒരു ആകാശഗോളം നമ്മുടെ ഈ ചന്ദ്രൻ മാത്രമാണ്. ഒരു കാലത്ത് ഗ്രഹങ്ങളുടെ പട്ടികയിൽ ഇടമുണ്ടായിരുന്ന പ്ലൂട്ടോയിൽ എത്തണമെങ്കിൽ കൂടെ പ്രകാശവേഗതയിൽ 5 മണിക്കൂറോളം നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. അതും കടന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഗാലക്സിയായ ആകാശഗംഗയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണമെങ്കിൽ 1 ലക്ഷം പ്രകാശവർഷങ്ങൾ നമ്മൾ സഞ്ചരിക്കേണ്ടതായുണ്ട്. അങ്ങനെയുള്ള ഈ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏകദേശം 1 ലക്ഷം കോടിയോളം വരുന്ന ഗ്രഹങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ ഇന്ന് വരെ നമ്മൾ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടാകട്ടെ വെറും 100 കണക്കിന് ഗ്രഹങ്ങളിൽ മാത്രം. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഈ 1 ലക്ഷം കോടിയോളം വരുന്ന ഗ്രഹങ്ങളിൽ എത്ര ആയിരക്കണക്കിന് ഗ്രഹങ്ങളിൽ ഒരു പക്ഷേ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഇനി അതും കടന്ന് പിന്നെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ ഭൂമിയെ കേന്ദ്രമാക്കി പ്രപഞ്ചത്തിൻ്റെ നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്ന ഭാഗത്തെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മാത്രം ഹബിൾ ടെലിസ്കോപ്പ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ലക്ഷം കോടിയോളം അഥവാ 2 ട്രില്യനോളം ഗാലക്സികൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഓരോ ഗാലക്സിയിലും നമ്മുടെ ആകാശഗംഗയിലുള്ളതുപോലെ 1 ലക്ഷം കോടിയോളം ഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് ഓർത്താൽ തന്നെ ഏകദേശം ഒരു സെപ്റ്റീലിയണോളം ഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ചുരുക്കം. അതിൽ 1000-മോ 10,000-മോമല്ല, ഒരു പക്ഷേ ലക്ഷമോ കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ അനേകമാണ് താനും. ഇവിടെ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഒബ്സർവബിൾ യൂണിവേഴ്സിനും അപ്പുറം പ്രപഞ്ചത്തിന് എത്ര വലിപ്പമുണ്ടാകും എന്നതുപോലും നമുക്ക് അറിയുകയുമില്ല. അങ്ങനെ അനന്തമായി നീളുന്ന ആ പ്രപഞ്ചത്തിൽ എത്രമാത്രം വൈവിധ്യമാർന്ന ഗാലക്സികളും ഗ്രഹങ്ങളും ജീവജാലങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുവാനുള്ള സാധ്യതയൊന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യനെക്കാളും എത്രയോ മടങ്ങ് ബുദ്ധിയുള്ളതും വലുതും ചെറുതുമായ ജീവജാലങ്ങളും രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകളും എത്ര വലുതായിരിക്കുമെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്ന സമയം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്പുകൾ കടന്നു വരുന്നതോടുകൂടി K280bയിൽ നമ്മൾ കണ്ടെത്തിയ DMSൻ്റെ സാന്നിധ്യത്തെക്കാളും അതിശക്തമായ തെളിവുകൾ ജീവൻ മറ്റ് ഗ്രഹങ്ങളിലും രൂപം കൊണ്ടു വന്നിട്ടുണ്ട് എന്നുള്ളതിനെ സാധൂകരിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പം ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുകയും എൻ്റെ അടുത്ത് അറിയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.